ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരുടെയും വിമർശനങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും എന്നെ ബാധിക്കില്ല. കാരണം എനിക്ക് വീഡിയോ ഇട്ടേ മതിയാവും. എനിക്കൊരു മാസം ഒരു ചെറിയ വരുമാനമെങ്കിലും കിട്ടിയാൽ മാത്രമേ എൻ്റെ ഫാമിലിയിലെ എൻ്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തുള്ളൂ. കാരണം വെച്ചാൽ ഞങ്ങൾ ആ ഒരു അവസ്ഥ 6 മാസമായിട്ട് ഞങ്ങൾ ഇതുപോലെ ഹോസ്പിറ്റലിൽ തോറും കയറി ഇറങ്ങുന്നതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആരുടെ മുന്നിൽ കൈനീട്ടി ചോദിക്കുന്നില്ല. പിന്നെ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ, അത് എന്നെ മാത്രം ബാധിക്കാതെ എൻ്റെ ഫാമിലിയെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. വെച്ചാൽ എനിക്ക് കാര്യം 2 മാസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ്. കാര്യം ഇതുപോലെ ഇരിക്കാനോ അതുപോലെ തന്നെ ഇത്ര സൗണ്ടിൽ സംസാരിക്കാനോ ഒരു 5 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാനൊന്നും എനിക്ക് വയ്യ. പക്ഷേ എനിക്ക് വീഡിയോ ഇട്ടേ മതിയാവും. അവിടെ ഞാനൊരു കമൻറ്റിന് മറുപടി പറഞ്ഞതാണ്. ഇപ്പോൾ മേലാൽ ദൈവത്തെ ഓർത്ത് വെച്ചാൽ, കാരണം എന്തൊക്കെ വിമർശിച്ചാലും അതൊന്നും എന്നെ ബാധിക്കില്ല. ഞാൻ അത്രയ്ക്ക് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്, ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊന്നും എന്നെ ബാധിക്കത്തേ ഇല്ല. അതുകൊണ്ട് സോറി, ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നതായിരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടുകൊണ്ടേയിരിക്കും. ഒരു സ്ത്രീ പുരുഷനിൽ നിന്ന് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു ഏകദേശം ഒട്ടുമിക്ക സ്ത്രീകളും 30 വയസ്സാകുമ്പോഴത്തേനും വിവാഹിതരായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എന്തൊക്കെയാണ് അവരുടെ മനസ്സിൽ, അവരവരുടെ ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ തൻ്റെ പുരുഷനിൽ നിന്ന് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്താണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഈ വിവാഹം എന്ന് പറയുന്നത് അതായത് ഒരു മാരേജ് ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് തന്നെയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും 2 വ്യക്തികളാണ്, ആ വ്യക്തികൾ തമ്മിൽ വേറെ വേറെ സാഹചര്യങ്ങളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 പേഴ്സണാലിറ്റി ആയിരിക്കും. അപ്പോൾ അതെപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇത് പല കാര്യങ്ങളും പല കാര്യങ്ങളും മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ, സ്ത്രീയുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ പലതരത്തിൽ തെറ്റിദ്ധാരണകളും ഉണ്ടാവും. അത് ദാമ്പത്യ ബന്ധത്തെ തകർക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ അതെന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അവരുടെ ചിന്തകളും എന്താ പറയുക മനസ്സും പലപ്പോഴും പലതരത്തിലായിരിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഭർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ നമ്മളുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങളിലും 30 വയസ്സിന് ശേഷം പെട്ടെന്ന്, അതായത് ഈ 30 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഏകദേശം കുറച്ചുകൂടെ കുട്ടികളൊക്കെ ആയി ജീവിതത്തെക്കുറിച്ച് കുറച്ചുകൂടെ എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ കൂടുതൽ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുവരെ എന്ന് പറയുമ്പോൾ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനോ അങ്ങനെയുള്ള മെച്യൂരിറ്റി ഒന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഭർത്താവ് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്നാൽ മാത്രമേ ഭാര്യയുടെ ഹൃദയം കീഴടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദാമ്പത്യത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്നതിന് ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്തായാലും സഹായിക്കും. ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്കൊരു ഇതുണ്ട്, സ്നേഹമുണ്ട്, പക്ഷെ അവരത് പ്രകടിപ്പിക്കില്ല. അവരെപ്പോഴും പ്രണയം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് ഇങ്ങനെ മനസ്സിൽ ഒളിപ്പിച്ച് വയ്ക്കും. ഈ സ്നേഹവും ഇഷ്ടവും ഒക്കെ എന്നുള്ളത് ഒരിക്കലും അത് മനസ്സിൽ മാത്രം വച്ചുകൊണ്ടിരിക്കുക, അല്പസ്വല്പമൊക്കെ എപ്പോഴും പറ്റില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. അപ്പോൾ എത്രത്തോളം സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് പ്രകടിപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു അകൽച്ച ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്തരം ദാമ്പത്യത്തിൽ പലപ്പോഴും വഴക്കുണ്ടാവുകയും കൂടുതൽ അവർക്കിടയിൽ വഴക്കുണ്ടാക്കുകയും സന്തോഷകരമായിട്ടുള്ള ഒരു ദാമ്പത്യം ഉണ്ടാവാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. അപ്പോൾ നിങ്ങളിപ്പോൾ സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം വേണമെങ്കിൽ നിങ്ങളിപ്പോൾ ഉറപ്പായിട്ട് സ്നേഹം പുറത്ത് കാണിച്ചേ മതിയാവൂ. പെരുമാറ്റത്തിലും വാക്കുകളിലും എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ട് ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് അത് പ്രകടിപ്പിച്ച് തന്നെ ഇരിക്കണം. പണ്ട് കാലത്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെപ്പോഴും ഭർത്താവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്ന ആളുടെ അടുത്ത് എപ്പോഴും എല്ലാ കാര്യത്തിനും അനുവാദം ചോദിച്ചു. ഇപ്പോൾ കാലമൊക്കെ മാറി, എല്ലാവരും നല്ല എഡ്യൂക്കേഷനും അതുപോലെ തന്നെ സ്വന്തം നല്ല അവരവരുടെ ജോലി എല്ലാം സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവെല്ലാം തന്നെ കൂടി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ അനുവാദം എല്ലാ കാര്യത്തിനും അനുവാദം ചോദിച്ചുകൊണ്ടിരിക്കില്ല. അവർ കൂടുതൽ സ്വതന്ത്രമായിട്ട് പറക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കേൾക്കാനും അവരോട് തുറന്ന് സംസാരിക്കുവാനുമായിട്ടുള്ള ഒരു സമയം കണ്ടെത്തണം. അല്ലാത്ത
അല്ലാത്ത പക്ഷം നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയില്ല. അവരവരുടേതായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങളിപ്പോൾ ചെണി എന്താ പറയുക, എന്താ പറയുക, ഓപ്പോസിറ്റ് സൈഡ്സിൽ നിൽക്കുന്ന രണ്ട് പേരെ പോലെ ഒരു വീട്ടിൽ തന്നെ എന്താ പറയുക, രണ്ട് മനസ്സുമായിട്ട് ജീവിക്കേണ്ടി വരും. അത് കാലക്രമേണ എന്ന് പറയുന്ന ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ടാവുകയും ആ ദാമ്പത്യ ജീവിതം തന്നെ ഇല്ലാതാവാനായിട്ട് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എപ്പോഴും തുറന്നു പറച്ചിലുകൾ എപ്പോഴും ആവശ്യമാണ് ഒരു ദാമ്പത്യ ജീവിതം. അതുപോലെ തന്നെയാണ് ഭാര്യയുടെ ഇഷ്ടക്കേടുകളും തിരിച്ചറിയുക എന്നുള്ളത്. അപ്പോൾ അതിപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ കിടപ്പറയിലാണെങ്കിൽ പോലും ഭാര്യയുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് വേണം മുന്നോട്ട് പോകുന്നതിന്. സംസാരിക്കുന്ന കാര്യത്തിലും ഇതേ ചിന്ത ഒരു പുരുഷന് ഉണ്ടായിരിക്കണം. അവരുടെ ഇഷ്ടക്കേടുകളും അവരോട് തന്നെ ചോദിച്ചറിയാനും അത് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ മാത്രം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും, അതുമാത്രമല്ല തെറ്റുകൾ പരമാവധി പരസ്പരം, ഒരു ഭാഗത്ത് മാത്രമല്ല രണ്ട് ഭാഗത്തും ഉണ്ടാകും തെറ്റ്, അത് പരസ്പരം മനസ്സിലാക്കി ദാമ്പത്യ ജീവിതം, സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ ഒരകൽച്ച വന്നിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് ഭാര്യയോട് എന്താണെന്ന് മനസ്സ് തുറക്കാനായിട്ട് ഭാര്യയ്ക്ക് സാധിച്ചില്ല. അവരുടെ മൈൻഡ് ഓക്കെ ആവുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ മൈൻഡൊന്ന് ഓക്കെ ആയി എന്ന് കഴിയുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഭാര്യയുടെ സ്വഭാവത്തിൽ മാറ്റം തിരിച്ചറിഞ്ഞ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യണം. ഭാര്യ പെട്ടെന്നൊരു ദിവസം കൂടുതൽ എന്താ പറയുക ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകാവുന്ന ഒരു കുടുംബജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പെട്ടെന്നൊരു ചേഞ്ച് വന്നത്, അവരെന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മൂഡ് സ്വിങ്സ് കൊണ്ടാവാം, ചിലപ്പോൾ അവരുടെ മൈൻഡിൽ ചില തോന്നൽ കൊണ്ട് ഫീലിങ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടാവാം ഇവർ പെട്ടെന്ന് ഇങ്ങനെ ഒരു വ്യത്യാസത്തിലേക്ക്. അത് ആ സമയത്ത് തന്നെ അവരിപ്പോൾ അവരുടെ മൂഡ് നല്ല രീതിയിലല്ലാതിരിക്കുന്ന സമയത്ത് ചോദിച്ചു കഴിയുമ്പോൾ അതൊരിക്കലും അവരത് നല്ല രീതിയിൽ റിയാക്റ്റ് ചെയ്യുകയില്ല. അവർ മൈൻഡ് ഓക്കെ ആയി എന്ന് തോന്നുമ്പോൾ മാത്രം ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭാര്യയോട് ഒരു സ്നേഹത്തോടെ, ഒരു സന്തോഷത്തോടെ, ഒരു ചിരിച്ചുകൊണ്ടൊക്കെ എന്താ പറയുക, ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു പോസിറ്റീവ് വൈബ് ഉറപ്പായിട്ടും ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഗൗരവത്തോടുകൂടി ഇരിക്കാതിരിക്കുക. ഞാൻ ഭർത്താവാണ് അപ്പോൾ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ വേണമെന്ന് ചിന്തിക്കാതെ നമ്മൾ ഒരു പുഞ്ചിരിയോടെ, ഒരു സ്നേഹത്തോടെ ഒരു നോട്ടം, അല്ലെങ്കിൽ ഒരു ചെറിയ കുശലാന്വേഷണം ഇതോടുകൂടി ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എങ്കിൽ അത് അന്നത്തെ ദിവസത്തെ മൊത്തം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ, സന്തോഷകരമായിരിക്കും. എന്തൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും അതൊക്കെ കുറയാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 30 വയസ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ചേഞ്ചസ് സ്ത്രീകളിൽ വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഏതൊരു ദാമ്പത്യ ബന്ധമാണെങ്കിൽ പോലും നല്ല എന്താ പറയുക, സുഖകരമായി നല്ല രീതിയിൽ മുന്നോട്ട് കൂടുതൽ നല്ല ശക്തമായ അതോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങളുടെ ഓരോ വ്യൂസും ഇപ്പോൾ എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.